إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وفالق الحب والنوى إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമകാരുണികനായ അതിരറ്റ ദയാപരനായ ജഗന്നിയന്താവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും തഖ്വയുള്ളവരായി ജീവിച്ച് അല്ലാഹുവിൻ്റെ പ്രീതിക്കും പൊരുത്തത്തിനും അവൻ്റെ വിശാലമായ സ്വർഗത്തിനും അർഹരായി തീരണമെന്നും ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കൽപ്പനയാണ് ഞാൻ ഈ ഖുതുബയുടെ ആദ്യത്തിൽ ഓതിവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. പ്രതാപവാനും യുക്തിപൂർണനുമായ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥത്തിന്റെ അവതരണം. ആ അവതരണമാണ് ഇത്, ആ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ്, നാം താങ്കൾക്ക് ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു, ബിൽ ഹഖ്, സത്യത്തോടുകൂടി, ഫഅ്ബുദില്ലാഹ്, അതുകൊണ്ട് നീ അല്ലാഹുവിന് വഴിപ്പെടണം, മുഖ്ലിസൻ ലഹുദ്ദീൻ, വിധേയത്വം അവന് മാത്രമാക്കിക്കൊണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ ഏറ്റവും മൗലികമായ മനുഷ്യനോടുള്ള കൽപ്പന. ഫഅ്ബുദില്ലാഹ്, നീ അല്ലാഹുവിന് വഴിപ്പെടണം, മുഖ്ലിസൻ ലഹുദ്ദീൻ, വിധേയത്വം പൂർണ്ണമായി അല്ലാഹുവിനാക്കിക്കൊണ്ട്, അതിൽ യാതൊരു പങ്കാളിയെയും ചേർക്കാതെ. ഇതാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യകുലത്തോട് നൽകുന്ന കൽപ്പന. ഈ കൽപ്പന ശിരസാവഹിക്കാൻ സന്നദ്ധരായവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ആ മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യേണ്ടുന്ന ജീവിത വഴിയെക്കുറിച്ചാണ് ദീൻ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന് വഴിപ്പെടാനും വിധേയത്വം അല്ലാഹുവിനാക്കി തീർക്കാനും ഉദ്ദേശിക്കുന്ന ഏതൊരാളും അല്ലാഹുവിന്റെ ദീൻ അംഗീകരിച്ചു, അല്ലാഹുവിന്റെ ദീനിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദീൻ എന്ന വാക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ്, വളരെ മനോഹരമായൊരു വാക്ക്. കാരണം അതിന് അർത്ഥത്തിന് രണ്ട് തലകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് തലങ്ങളുണ്ട്. ദാന എന്ന വാക്കിന് കീഴ്പ്പെടുത്തി എന്ന അർത്ഥമുണ്ട്, ദാന എന്ന വാക്കിന് കീഴ്പ്പെട്ടു എന്ന അർത്ഥവുമുണ്ട്. ദാന എന്ന വാക്കിന് ഉടമപ്പെടുത്തി എന്ന അർത്ഥമുണ്ട്, ദാന എന്ന വാക്കിന് അടിമപ്പെട്ടു എന്ന അർത്ഥവുമുണ്ട്. ഈ രണ്ട് അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ദീൻ. ഒരു ഭാഗത്ത് നിന്ന് ആധിപത്യം, മറുഭാഗത്ത് നിന്ന് വിധേയത്വം. ഈ ആധിപത്യവും വിധേയത്വവും ചേരുന്നിടത്താണ് ദീൻ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ആധിപത്യം, അല്ലാഹുവിന്റെ അടിമയുടെ വിധേയത്വം, ഇത് രണ്ടും ചേരുന്നതാണ് ദീൻ എന്ന് പറയുന്നത്. ഈ രണ്ട് അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തെളിമയോടുകൂടി ഈ വാക്ക് മനസ്സിലാക്കണമെങ്കിൽ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ മതി. അൽ കയ്യിസു മൻ ദാന നഫ്സഹു ഇൻദൽ ഗളബ്. വിവേകമതി ആരാണ്? ശക്തൻ ആരാണ്? മനഃശക്തിയുള്ളവൻ ആരാണ്? അവൻ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഉടമപ്പെടുത്തിയവനാണ്. അവിടെ ദാന എന്ന വാക്കിന് ഉടമപ്പെടുത്തി എന്ന അർത്ഥമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അദല്ലഹ, അതിനെ കീഴ്പ്പെടുത്തി, വസ്തഅബദഹ, അതിനെ ഉടമപ്പെടുത്തി എന്നാണ് ഈ വാക്കിന് ഉദ്ദേശിച്ചുള്ളത് എന്ന് ലിസാനുൽ അറബിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ നമുക്ക് ധാരാളം പരിചയമുള്ള ഒരു വാചകമുണ്ട്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. തദീനു ലക്കുമുൽ അറബ് വതഖ്ലഉ ലക്കുമുൽ അജം. അവിടെ തദീനു ലക്കുമുൽ അറബ് എന്ന് പറഞ്ഞിരിക്കുന്നു. അറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടും. മറ്റേടത്ത് ദാന എന്ന് പറഞ്ഞപ്പോൾ കീഴ്പ്പെടുത്തിയവൻ എന്നാണ്. ഇവിടെ അതിന്റെ തന്നെ മറ്റൊരു സീഗ ഉപയോഗിച്ചുകൊണ്ട് തദീനു എന്ന മുദാരി ഉപയോഗിച്ചുകൊണ്ട് വഴിപ്പെട്ടവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിപ്പെടും എന്നുള്ള ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ മേധാവിത്വവും അബ്ദിന്റെ വിധേയത്വവും ചേരുന്ന ഒരു കേന്ദ്രമാണ് ശരിക്ക് ദീൻ എന്ന് പറയുന്നത്, ദീനുൽ ഇസ്ലാം. ഈ ദീൻ ജീവിതത്തിൽ പുലർത്തുക എന്നതും ഈ ദീൻ ലോകാവസാനം വരെ നിലനിർത്തുക എന്നതുമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ദൗത്യം. സൂറത്ത് ഷൂറയിൽ അല്ലാഹു പറയുന്നു, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരായത്താണ്, ശറഅ ലക്കും മിനദ്ദീനി, ദീനിൽ നിന്ന് നിങ്ങൾക്ക് ശരീഅത്താക്കിയിരിക്കുന്നു, മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിന് വസിയ്യത്ത് നൽകിയത്, വല്ലദീ ഔഹൈനാ ഇലൈക, താങ്കൾക്ക് നാം വഹീ നൽകിയത്, വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, ഇബ്രാഹിം അലൈഹിസ്സലാമിനും മൂസ അലൈഹിസ്സലാമിനും ഈസ അലൈഹിസ്സലാമിനും വസിയ്യത്ത് നൽകിയത്, അൻ അഖീമുദ്ദീന, നിങ്ങൾ ദീനിനെ ഇഖാമത്ത് ചെയ്യണം, ദീനിനെ നിങ്ങൾ നിലനിർത്തണം, ദീനിനെ നിങ്ങൾ സ്ഥാപിക്കണം. ദീനിനെ നിങ്ങൾ സ്ഥാപിക്കണമെന്നുള്ള കാര്യം ആണ് ദീനിൽ നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുള്ളത്. ദീനിൽ നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം നിയമമാക്കിയതല്ല, നിങ്ങൾക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും നിയമമാക്കിയിട്ടുള്ള കാര്യവും അതുതന്നെയാണ്. ഇവിടെ 5 പ്രവാചകന്മാരെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആദ്യം എടുത്തു പറഞ്ഞ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനാണ്. നൂഹ് അലൈഹിസ്സലാം മഹാപ്രളയത്തിന് ശേഷം ജീവിച്ചിരുന്ന പ്രവാചകനാണ്. ആ പ്രളയ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നയാൾ. പ്രളയത്തിന് ശേഷം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സമൂഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഉലുൽ അസ്മി എന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആൾ എന്തായിരുന്നാലും നൂഹ് അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ പേര് നൂഹ് അലൈഹിസ്സലാമിന്റെ പേരാണ്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പരാമർശിക്കുന്നത്. അത് അവസാനത്തെ പ്രവാചകനാണ്. ആദ്യത്തെ ഒരു റസൂൽ, ഒരു ദൂതന്റെ പേര്, രണ്ടാമതായി അവസാനത്തെ റസൂലിന്റെ പേര്, മൂന്നാമതും നാലാമതും അഞ്ചാമതുമായി 3 പ്രവാചകന്മാരുടെ പേര് പരാമർശിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അറബികൾ അവരുടെ പിതാവായി അംഗീകരിച്ച പ്രവാചകനാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ പ്രവാചകനായി അംഗീകരിച്ച പ്രവാചകനാണ്, പിതാവായി അംഗീകരിച്ച പ്രവാചകനാണ്. മാത്രമല്ല, മധ്യപൗരസ്ത്യ ദേശത്തിന് പുറത്ത് പല സമൂഹങ്ങളും അവരുടെ പിതാവായി അംഗീകരിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള
പിതാവും പ്രവാചകനുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരാണ് പിന്നീട് പരാമർശിച്ചത്. മൂസ അലൈഹിസ്സലാം യഹൂദ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ അവരോധിക്കപ്പെടുന്നയാളാണ്. ഈസാ അലൈഹിസ്സലാം ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ അവരോധിക്കപ്പെടുന്നയാളാണ്. ഇപ്പൊ നൂഹ് അലൈഹിസ്സലാമിന്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമിസ്സലാം എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട്, അഥവാ ഉലുൽ അസ്മിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഈ ഉലുൽ അസ്മിന് നാം നൽകിയിട്ടുള്ള ദീൻ, ആ ദീൻ തന്നെ നിങ്ങളും സ്ഥാപിക്കണം എന്നാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ദീനാണ്. ആ ദീൻ തന്നെയാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇഖാമത്ത് ചെയ്യുവാൻ, നിലനിർത്തുവാനും സ്ഥാപിക്കുവാനും പരിശ്രമിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. വലാ തതഫറഖൂ ഫീ, ഒരിക്കലും ആ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ഭിന്നതയുണ്ടാകാൻ പാടില്ല. ഈ പ്രവാചകന്മാരൊക്കെ ഏത് ദീനാണോ ഈ ലോകത്ത് കൊണ്ടുവന്നത്, ആ ദീൻ തന്നെയാണ് നിങ്ങളും ഈ ലോകത്ത് സ്ഥാപിക്കേണ്ടത്. അതായത് എല്ലാവരും കൊണ്ടുവന്ന ദീൻ ഒന്നായിരുന്നു, നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദീൻ അതുതന്നെയാണ്. ആ ദീനിന്റെ ആശയം എന്താണ്? ആ ദീനിന്റെ ആശയം അല്ലാഹു ഏകനാണ്, അവനാണ് അധിപൻ, അവന്റെ അടിയാറുകളെല്ലാം അവന്റെ അടിമകളാണ്, അവരെല്ലാവരും അവന് വിധേയരായി ജീവിക്കേണ്ടവരാണ്. അവൻ എന്തു പറഞ്ഞോ അതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അവൻ പ്രവാചകന്മാർ മുഖേന എന്ത് പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി മുന്നോട്ട് പോകേണ്ടത്. അത് അനുധാവനം ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗം കിട്ടും, അത് നിരാകരിച്ചാൽ നരകത്തിലേക്ക് പോകേണ്ടതായി വരും. ഇതാണ് ഈ ദീനിന്റെ ആകത്തുക. ആ ദീനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർക്കുകയും നിങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ സംസ്ഥാപിക്കുകയും ചെയ്യേണ്ടത്. എല്ലാ പ്രവാചകന്മാരുടെയും ദീൻ ഒന്നായിരിക്കെ തന്നെ വിവിധ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് വിവിധ ശരീഅത്തുകളാണ്. ആദം അലൈഹിസ്സലാമിന്റെ ശരീഅത്തല്ല നൂഹ് അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ള ശരീഅത്തല്ല ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയ ശരീഅത്തല്ല മൂസ അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ള ശരീഅത്തല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകിയിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും ദീൻ ഒന്നായിരിക്കെ തന്നെ വിവിധ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരീഅത്തുകൾ നൽകിയിട്ടുണ്ട്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ സ്വഭാവത്തിൽ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലെ പ്രവാചകന് ആ കാലഘട്ടത്തിലെ സാഹചര്യമനുസരിച്ചുള്ള നിയമങ്ങളെ കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ നിയമങ്ങളാണ് കൊടുത്തത്. വളരെ ലളിതമായ നമുക്ക് പരിചയമുള്ള ഉദാഹരണം പറഞ്ഞാൽ, ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ ലോകത്തുള്ളൂ എങ്കിൽ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കണം എന്ന ഒരു നിയമം അവിടെ വേണം, എങ്കിലേ ശരീഅത്ത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ കഴിക്കാം എന്നുള്ള നിയമത്തിന് പ്രസക്തിയില്ല. പല കാരണങ്ങളാലും, ശാരീരികവും മാനസികവും കുടുംബപരവും സാമൂഹികവുമായ കാരണങ്ങളാൽ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കാം എന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഉത്തമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ. അതുകൊണ്ട് ആ ശരീഅത്തിൽ അത് ബാധകമല്ല. അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ശരീഅത്തുകളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരീഅത്തുകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നിയമങ്ങളിലും കുടുംബ നിയമങ്ങളിലും മാത്രമല്ല, ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്.
പക്ഷേ നമ്മുടേതുപോലെ ഒരു ദിവസം 5 നേരങ്ങളിലായി 17 റക്അത്തുകൾ പ്രത്യേകമായ ഹാവഭാവങ്ങളോടുകൂടി അനുഷ്ഠിക്കുന്ന നമസ്കാരം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ. നോമ്പ് എല്ലാ പ്രവാചകന്മാർക്കും ബാധകമായിരുന്നു. പ്രവാചകന്മാരുടെ അനുയായികളോട് നോമ്പിനെക്കുറിച്ച് കൽപ്പിച്ചിരുന്നു. എന്നാൽ റമളാനിലെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നിശ്ചിത സമയത്ത് അന്നപാനീയങ്ങളും ഭോഗസുഖങ്ങളും തീർത്തും വർജിക്കുന്ന സ്വഭാവത്തിലുള്ള നോമ്പ്, ആ നോമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുയായികൾക്കേ ഉള്ളൂ. എല്ലാ സമൂഹങ്ങൾക്കും സക്കാത്ത് നിർബന്ധമായിരുന്നു. എന്നാൽ സ്വന്തം സ്വത്തിൽ നിന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്ന ഘട്ടത്തിൽ 2% 5% 10% 20% സക്കാത്ത് സ്വീകരിച്ച് അത് വിതരണം ചെയ്യുന്നതിനുള്ള ഒരാഗോള സംവിധാനം, ആ സംവിധാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേ ബാധകമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ദീൻ എന്നും ഒന്നായിരുന്നെങ്കിലും ദീനിൽ ശരീഅത്തുകൾ വ്യത്യസ്ത പ്രവാചകന്മാർക്ക് വ്യത്യസ്തങ്ങളായി ഉണ്ടായിരുന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവിർഭാവശേഷം പിന്നീട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അംഗീകരിക്കാൻ ബാധ്യസ്ഥമായ ശരീഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. ആ ശരീഅത്തല്ലാതെ ഒരു ശരീഅത്തും ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന്, മനുഷ്യ സമൂഹത്തിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അല്ലാഹുവിങ്കിൽ സ്വീകാര്യമായിട്ടുള്ള ദീൻ അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ശരീഅത്തടക്കമുള്ള ദീൻ, ആ ദീനാണ് ഇന്ന് മനുഷ്യ സമൂഹത്തിന് ബാധകമായിട്ടുള്ള ദീൻ എന്ന് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ മാറുന്നതിനനുസരിച്ച് ദീൻ മാറുന്നില്ല, പ്രവാചകന്മാർ മാറുന്നതിനനുസരിച്ച് ശരീഅത്ത് മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥമായ ശരീഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ശരീഅത്താണ്. ആ ശരീഅത്തിന്റെ ഏറ്റവും മൗലികമായ 2 പ്രമാണങ്ങളാണ് ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു എന്താണ് മനുഷ്യകുലത്തെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് പഠിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും റസൂലിന്റെ ശരീഅത്ത് അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചവരാണ്. റസൂലിന്റെ ശരീഅത്ത് അനുധാവനം ചെയ്യാൻ തീരുമാനിച്ച നമുക്കിടയിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്വഭാവത്തിലുള്ള വൈവിധ്യങ്ങൾ വന്നു ചേർന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണ്? അതിന്റെ അടിത്തറകൾ എന്താണ്? അതിനോട് പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു? സഹാബികളുടെ സമീപനം എന്തായിരുന്നു? താബിയുകളുടെ സമീപനം എന്തായിരുന്നു? താബിയുകളുടെ സമീപനം എന്തായിരുന്നു? മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത നേതാക്കളുടെയും ഇമാമുമാരുടെയും ആലിമീങ്ങളുടെയും സമീപനം എന്തായിരുന്നു? അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ചെറിയൊരു വിശദീകരണം ആ വിഷയത്തിൽ നൽകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഒന്നുകൂടി മനസ്സിൽ കുറിച്ചു വെക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഒരു ദീനേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ആ ദീനിൽ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത ശരീഅത്തുകളുണ്ടായിരുന്നു. ആ ശരീഅത്തിൽ നിന്ന് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ആണ് നമ്മൾ കൊണ്ടുനടക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളത്. ആ ശരീഅത്തിന് തന്നെ പാഠഭേദങ്ങളുണ്ട്. ആ പാഠഭേദങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കർമ്മശാസ്ത്രപരമായ അഭിപ്രായങ്ങളെന്നും മദ്ഹബുകൾ എന്നും പറയുന്നത്. ഈ വൈവിധ്യങ്ങൾ എങ്ങനെ വന്നു ചേർന്നു, മുസ്ലിം സമൂഹത്തിന്റെ സമീപനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ ചെറിയ തോതിൽ വിശദീകരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ഏറ്റവും സന്തുലിതമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുധാവനം ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.